നമസ്കാരം. ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഫ്ലിപ്കാർട്ടിൽ ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് മേടിച്ചൊരു സാധനമാണ്. ഈ എഴുതാനും ABCD ഒക്കെ എഴുതാൻ ഭയങ്കര പാടുള്ള പിള്ളേർക്ക് അങ്ങനെയുള്ള ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ എഴുതാൻ പാടുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും. പിന്നെ എൻ്റെ കൂടെ തന്നെ എനിക്ക് സന്തോഷ വാർത്തയും പറയാനുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അന്നേരം ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാ സപ്പോർട്ടും കൂടെ ഉണ്ടാകണം. വളരെ സന്തോഷമുണ്ട്. ഞാനിങ്ങനെ തുടങ്ങും, എങ്ങനെ ഇതൊക്കെ ചെയ്യും, എത്ര എനിക്ക് വീഡിയോ ഇടാനൊക്കെ പറ്റുമെന്നുള്ള ചിന്തയിലൊക്കെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ ഇത്രയും 100 വീഡിയോയും ആയിട്ടുണ്ട്. 100 വീഡിയോ ഇത്രയൊക്കെ ഇടാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചില്ല. 100 സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട്. അന്നേരം പറഞ്ഞറിയിക്കാൻ പറ്റാൻ സന്തോഷമാണ്. എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്തതിന്. ഇനി അങ്ങോട്ട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്താലോ. ഇത് 4 ബുക്സാണ് വരുന്നത്. 4 ബുക്സ് ഉണ്ട്. നമ്മുടെ 4 ബുക്സ് ഉണ്ട്. ഒന്ന് ഡ്രോയിങ്ങിൻ്റെ ബുക്ക്, ഡ്രോയിങ്. ഒന്ന് ആൽഫബറ്റ്, ഒന്ന് പിന്നെ മാത്സ്, പിന്നെ നമ്പേഴ്സ്. അങ്ങനെ 4 ബുക്സാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു പേനയുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നത് പേനയുണ്ട്. പിന്നെ അതിൻ്റെ റീഫില്ലറുണ്ട്, മഷി. ഈ പേനയ്ക്കകത്ത് തീരുന്നതിനനുസരിച്ച് ഇട്ടിട്ട് കൊടുക്കാനുള്ള ഇങ്കും അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കുട്ടികൾക്ക് കളിക്കാൻ പോലുള്ള ഒരു ഇറേസറും ഉണ്ട്, റബ്ബർ. അങ്ങനെ ഇത്രയും സാധനം അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഒരു ബുക്ക് നമുക്ക് പരിചയപ്പെട്ടാലോ. ബുക്സ് എല്ലാം കുട്ടികൾക്ക് കണ്ട് ഇങ്ങനെ എഴുതി പഠിക്കാൻ ആ പേന കൊണ്ട് തന്നെ ഇതിനകത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നമ്മളെ ബുക്കിനകത്ത് കുത്ത് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തൂടെ വരയ്ക്കാൻ അങ്ങനല്ലേ, അങ്ങനെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ മണ്ടയിൽ കൂടെ ആ ഇങ്ക് വെച്ചിട്ട് എഴുതി പഠിക്കാം. അന്നേരം എഴുതാൻ പാടുള്ളവർക്കൊക്കെ ഇങ്ങനെ എഴുതി പഠിച്ചാൽ ഈസി ആയിരിക്കും എഴുതാൻ കുട്ടികൾക്ക്. അങ്ങനെ ഇതിനിങ്ങനെ ഓരോ ഇത് നമ്പേഴ്സാണ് വരുന്നത്. ഇതിനകത്ത് 1 2 3 ഒക്കെ ഉണ്ട്. 2 3 അങ്ങനെ ഓരോ പേജുകളായിട്ടാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് എത്ര എണ്ണം ഇങ്ങനെ എണ്ണി എഴുതാൻ 1 2 3 അങ്ങനെ ഓരോ കോളത്തിലും എഴുതാനുള്ളതൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആ ഇങ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ മാഞ്ഞു പോകും. ഇപ്പോൾ ഈ 4-നകത്ത് ആ ഇങ്ക് വെച്ച് എഴുതിയ നമ്മുടെ ബുക്കിനകത്തൊക്കെ എഴുതി കഴിഞ്ഞാൽ അതേപോലെ തന്നെ നിൽക്കത്തില്ലേ. ഇതിനകത്ത് എഴുതി കഴിഞ്ഞാൽ ആ ഇങ്ക് അങ്ങ് മാഞ്ഞു പോയിട്ട് നമുക്ക് വീണ്ടും അതിനകത്ത് എഴുതാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. വളരെ ഉപകാരപ്രദമാണ് ഈ കുട്ടികൾക്ക് നമ്പേഴ്സും ഈ ഇത് ആൽഫബറ്റും ഒക്കെ എഴുതാൻ പാടുള്ളവർക്ക്. അന്നേരം ഇത് വളരെ ഉപകാരപ്രദമാണ്. അങ്ങനെയല്ല, ഇങ്ങനെ ഓരോന്ന് എന്നെ എഴുതാനും ഒക്കെ ഉണ്ട്. ഇത് നമ്പേഴ്സിൻ്റെ ബുക്കാണ്. പിന്നെ മാത്സിൻ്റെ അടിങ്ങനെ ഓരോന്ന് കൊടുത്തിട്ട് 1 + 2 അങ്ങനെ 1 2 3 1 + 2 1 + 1 2 അങ്ങനെ ഓരോന്ന് എഴുതാനും ഒക്കെ, പ്ലസ് കൂട്ടി എഴുതാനും ഒക്കെ ഉണ്ട്. എല്ലാം അങ്ങനെ കൂട്ടി എഴുതാനുള്ളതാണ്. കുട്ടികൾക്ക് അതൊക്കെ കൂട്ടി എഴുതാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്. പാഠമൊക്കെ വരുന്നുണ്ട്. ഇത് മാത്സിൻ്റെ. ഡ്രോയിങ്ങിൻ്റെ ഇങ്ങനെ ഓരോ പടം കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ നമുക്ക് ഇപ്പോൾ ഒരു റൗണ്ട് വരച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഓരോന്ന് കൊടുത്തിട്ട് പന്തുമൊക്കെ വരയ്ക്കാനും ഒക്കെ ഉണ്ട്. ഇത് കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ ട്രയാങ്കിൾ, സർക്കിൾ അങ്ങനെയൊക്കെ പഠിക്കണമെന്നുണ്ടല്ലോ. അന്നേരം ഇത് സർക്കിള്, അതിനകത്ത് പന്ത്, റൗണ്ട്, മത്തങ്ങ അങ്ങനെ വരുന്നുണ്ട്. ഇത്
സ്ക്വയർ, അതിനകത്ത് ജനൽ, അങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് ഐസ്ക്രീം വരയ്ക്കാനാണ്. ഐസ്ക്രീം മേലിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഓരോ പടം കൊടുത്ത് വരച്ച് വെച്ച് താഴെ ഐസ്ക്രീം വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഉപകാരപ്രദമാണ്. കുട്ടികൾക്ക് എഴുതാൻ പാടുള്ളവർക്ക് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ ഓരോ മുയലിനെ വരയ്ക്കാനും, പിന്നെ ആദ്യം ഇങ്ങനെ വരച്ചിട്ട് മുയലിനെ പടങ്ങൾ വരയ്ക്കാൻ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. സിംഹത്തിനെ കണ്ട കുട്ടികളുടെ സിംഹം, അങ്ങനെ ഓരോന്ന് വരയ്ക്കാനും ഉണ്ട്. പിന്നെ അത് ഡ്രോയിങ്ങിൻ്റെ ബുക്ക്, അത് ആൽഫബറ്റ് ABCD ഒക്കെ എഴുതാൻ. ഇതിനകത്തൂടെ ഇതിങ്ങനെ എഴുതി വെച്ചേക്കുക. ഇങ്ക് കൊണ്ട് എഴുതിയാൽ നമുക്ക് അതേപോലെ ബാക്കി കുട്ടികൾക്ക് ഇതിനകത്ത് എഴുതി പഠിച്ചാൽ അങ്ങനെ എഴുതി പഠിക്കാനും പറ്റും. എങ്ങനെ എഴുതണ്ടേന്ന് പഠിക്കാനും പറ്റും. പിന്നെ ഇതിനകത്ത് ഫ്രൂട്ട്സിൻ്റെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് പഠിക്കാനും. ഇതിൻ്റെ കൂടെ തന്നെ എഴുതുന്നതിലൂടെ തന്നെ പഠിക്കാൻ ഉണ്ട്. ഫ്രൂട്ട്സ്, പിന്നെ ഇതിൽ വെജിറ്റബിൾസ്, പിന്നെ വെഹിക്കിൾസ്, അങ്ങനെയെല്ലാം ഉണ്ട്. കുട്ടികൾക്ക് അതിൻ്റെ കൂടെ തന്നെ പഠിക്കാനും പറ്റുന്നുണ്ട്. ആനിമൽസ്, പിന്നെ ബേർഡ്സ്. ഇതിൻ്റെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് ഓർഡർ ചെയ്ത്, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ. പിന്നെ മൈ ബോഡി, നമ്മുടെ ബോഡി പാർട്സ്, അങ്ങനെ എല്ലാം ഇതിനകത്ത് പഠിക്കാനുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ 6 വേർഡ്സ്, 1 2 3 അങ്ങനെ 6 10 വരെ വേർഡ്സ് എഴുതി പഠിക്കാനും ഉണ്ട്. എല്ലാം ഉണ്ട്, ഷേപ്സ് ഒക്കെ ഉണ്ട്. ഇത് 4 ബുക്കാണ് വരുന്നത്. അതിൻ്റെ കൂടെ പേനയും ഇങ്കും ഇറേസറുമാണ് വരുന്നത്. വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.